മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കെതിരെ വമ്പൻ ഗൂഢാലോചനകളാണ് നടക്കുന്നത്. സാധാരണക്കാരന്റെ സാമ്പത്തിക നട്ടെല്ലായ സഹകരണ സംഘങ്ങൾ തഴച്ചു വളരുമ്പോൾ അങ്കലാപ്പിലാകുന്ന കഴുത്തറപ്പൻ പലിശക്കാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസുകാരും അവരുടെ പണക്കെണിയിൽ വീഴുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള സഹകരണ സംഘമായ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ മനഃപൂർവ്വം ഇല്ലാതാക്കാനായി നുണപ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ചില മുൻനിര മാധ്യമ സ്ഥാപനങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും. സ്ഥാപനത്തിന് കള്ളപ്പണ ഹവാല ഇടപാടുകൾ ഉണ്ടെന്നും അതു സംബന്ധിച്ചാണ് ഇൻകം ടാക്സ് റെയ്ഡുകൾ നടന്നതെന്നുമാണ് ആരോപണം. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ബിനാമി ഹവാല ഇടപാടുകൾ ഉള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നതുവരെ ഈ നുണപ്രചാരണത്തിൽ പെടുന്നവയാണ്. നിയമപരമായി നടക്കുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനാവാതെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പരാജയത്തിന്റെ വക്കിലാണെന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഓർക്കുന്നില്ല. നിക്ഷേപകർ എല്ലാവരും ഒന്നിച്ചു വന്ന് പണം ആവശ്യപ്പെട്ടാൽ RBI പോലും കൈമലർത്തുകയുള്ളൂ. എന്നാൽ അതിന്റെ അർത്ഥം നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത് അവരെ വഞ്ചിച്ചു എന്നല്ല. ഇൻകം ടാക്സ് റെയ്ഡുകൾ കൊണ്ടും ചില നിയമ തടസ്സങ്ങളും കാരണമാണ് പണം തിരിച്ചു നൽകാൻ കഴിയാത്തത്. പക്ഷേ നിക്ഷേപകരുടെ പണം തികച്ചും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പക്കൽ സുരക്ഷിതമാണ്. നിക്ഷേപകർ ഒന്നടങ്കം പണം പിൻവലിക്കാൻ ശ്രമിക്കുന്നത് മാനേജ്മെന്റിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി പലരും വിലപേശുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ മൾട്ടി സ്റ്റേറ്റ് സൗത്ത് ഇന്ത്യൻ അസോസിയേറ്റീവ് സെക്രട്ടറി മുരളീധരൻ PR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെറും ഇൻകം ടാക്സ് റേറ്റ് ഉണ്ടായിരുന്ന കാര്യം അത് മറ്റേ ED ആണ് റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞ പത്രങ്ങൾ വളരെ മോശമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ മറ്റേ ുള്ള ചില സാധ്യത കാര്യങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംമാതിരി ഫണ്ട് അവർക്ക് ഓൾറെഡി ഉണ്ട്. ആ ഫണ്ട് ഉണ്ടായിട്ട് പോലും അവർക്കത് കറക്റ്റായിട്ട് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയത് ഈ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ ഞാനൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സൗത്ത് ഇന്ത്യയിലെ ഇതിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഈ ഫണ്ട് കൊടുക്കാൻ കസ്റ്റമേഴ്സിന് ഞാൻ സോജനായിട്ട് സംസാരിച്ചിരുന്നു. യാതൊരു കാരണവശാലും ഫണ്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും അയാൾക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അയാൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ അയാളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ട നടപടികൾ ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇവർക്ക് ഫണ്ടുകൾ മുഴുവൻ തിരിച്ചു കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എത്രയും വേഗം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ പ്രധാന വിഷയം അതാണ്. ഈ ജനങ്ങൾ മൊത്തം ഇത്തരം ആൾക്കാരെ പാനിക് ആക്കിയപ്പോൾ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് വന്നിട്ട് അവർ ഫണ്ട് ചോദിച്ചാൽ ഏത് സ്ഥാപനത്തിനാണ് കൊടുക്കാൻ പറ്റുക? ഒരു സ്ഥാപനത്തിനും പറ്റില്ല. അത് തന്നെയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ മൊത്തം അവരുടെ പ്രശ്നമല്ല. പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നാണ് അധികാരികൾ അറിയിക്കുന്നത്. നിരവധി പേർക്ക് സാമ്പത്തികമായി തണലേകുന്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കെതിരെയുള്ള ഇത്തരം നുണപ്രചാരണങ്ങളിൽ വീണ് കബളിക്കപ്പെട്ട് സ്വന്തം സാമ്പത്തിക ഭദ്രത നശിപ്പിക്കുന്ന പാവം ജനങ്ങൾ ഇനിയെങ്കിലും സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂസ് കേരള, കോഴിക്കോട്.